ജന്തർ-മന്ദറിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുമായി കേന്ദ്ര സർക്കാർ ചർച്ച തുടങ്ങിയെന്ന വാർത്തയാണ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്രമന്ത്രി JP നദ്ദയാണ് ചർച്ച നടത്തുന്നത്. തുടരാം. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ വലിയ അയവ് വരുന്നു. ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിലപാടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? രതീഷ്, ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ ജന്തർ മന്ദറിലേക്ക് ജനം ഒഴുകിയെത്താൻ തുടങ്ങിയതോടുകൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ, അതായത് ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഡൽഹി പോലീസ് മുഖാന്തരമാണ് ഇന്ന് CJP നേതാക്കളുടെമായി സർക്കാർ ആശയവിനിമയം ആദ്യം ആരംഭിച്ചിരുന്നത്. സൗരവ് ദാസ് ഉൾപ്പെടെയുള്ള CJP നേതാക്കളുമായി ആദ്യം ചർച്ച, അതായത് ആദ്യം ഈ ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കാമെന്ന് ഡൽഹി പോലീസ് അറിയിക്കുകയും തുടർന്ന് ആദ്യഘട്ടത്തിൽ ചർച്ച ഒന്നുകിൽ ഈ ജില്ലാ മജിസ്ട്രേറ്റ്, അല്ല എങ്കിൽ കേന്ദ്ര തലത്തിലുള്ള ഒരു സെക്രട്ടറി, അതല്ല എങ്കിൽ കേന്ദ്ര സഹമന്ത്രി എന്ന തരത്തിലായിരുന്നു ഈ ഡൽഹി പോലീസ് മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം. പക്ഷേ ഈ നിർദ്ദേശം CJP തള്ളുകയാണ് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയോ കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരിൽ ആരെങ്കിലുമായോ മാത്രമേ തങ്ങൾ ചർച്ച നടത്തുകയുള്ളൂ എന്നായിരുന്നു CJP വ്യക്തമാക്കിയിരുന്നത്. ഇതേ സമയം തന്നെ ജന്തർ മന്ദറിലേക്ക് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മറ്റും ഒഴുകി എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ CJPയുമായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി JP നദ്ദ, അതായത് BJP മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ JP നദ്ദയാണ് ഇപ്പോൾ നിലവിൽ CJP നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. സൗരവ് ദാസും അശുതോഷ് റാങ്കയുമായാണ് ഇപ്പോൾ ഈ ചർച്ച പുരോഗമിക്കുന്നത്. ഈ ചർച്ചയിൽ CJPയുടെ ആവശ്യം അംഗീകരിക്കുമോ, അതായത് ധർമ്മേന്ദ്ര പ്രധാനെ ഉടൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ഒരു ആവശ്യം അംഗീകരിക്കുമോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. അതിനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കുത്തൊഴുക്കായി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പല പാർലമെന്റ് അംഗങ്ങളുമൊക്കെ ഈ പാർലമെന്റിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്നത്, സോനം വാങ്ചുക്ക്, അദ്ദേഹം നിലവിൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ആശുപത്രി സൂപ്രണ്ടിന് സോനം വാങ്ചുക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വിടണം, താൽക്കാലികമായെങ്കിലും തനിക്ക് ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കേണ്ടതായുണ്ട്, അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഫ്ദർജംഗ് മെഡിക്കൽ സൂപ്രണ്ടിന് ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ചടുലമായ നീക്കങ്ങളാണ് ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ച, അതായത് നദ്ദയും CJP നേതാക്കളും തമ്മിൽ നടത്തുന്ന ചർച്ച വളരെ നിർണായകമാണ്. ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ചർച്ച പൊളിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്ത് നിലപാട് CJP സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ്.